ഹായ് ഗായ്സ്, ജിപ്സിൻ ഗെയിമിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കാണാൻ പറ്റുന്നില്ലല്ലേ? ഓക്കെ. ഹലോ ഗായ്സ്, ജിപ്സിൻ ഗെയിമിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമില്ല, ഞാൻ എൻ്റെ പുതിയ പി സിക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്ത മോണിറ്ററാണ്. ഇത് ആക്ച്വലി ബെൻക്യുവിൻ്റെ, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, ബെൻക്യുവിൻ്റെ മോബിയസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. എന്നെ നിങ്ങൾക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് മാത്രമേ കാണാൻ പറ്റൂ, വേറെ ഒന്നുമല്ല. ആക്ച്വലി ഈ മോണിറ്റർ ആക്ച്വലി അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന മോണിറ്റർ ഐ തിങ്ക് ഇറ്റ്സ് 24 ഇഞ്ചിൻ്റെയാണ്. ഇത് ആക്ച്വലി 27 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ ഞാനൊരു ഇനി തൊട്ട് ഈ മോണിറ്റർ ആയിരിക്കും ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ ഞാൻ എൻ്റെ പ്ലേ സ്റ്റേഷന് വേണ്ടിയിട്ടും പിന്നെ അല്ലാണ്ട് സ്ട്രീം ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെക്കൻഡറി മോണിറ്റർ ആയിട്ടായിരിക്കും ഇതിനെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഇപ്പോൾ ഷോപ്സിലും ഓൺലൈനിലൊക്കെ ഇതിന് അറൗണ്ട് 23-24 ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ഇടയ്ക്ക് വെച്ച് ആമസോണിൽ ഓഫറിന് ഒരു 22,500 വന്നായിരുന്നു. എനിക്ക് ആക്ച്വലി ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ഓഫർ കിട്ടി. അപ്പോൾ ഒരു ഓഫർ കിട്ടിയപ്പോൾ എനിക്ക് അറൗണ്ട് ഐ തിങ്ക് 18.5K ആ റേഞ്ചിനാണ് എനിക്ക് കിട്ടിയത്. സോ വിത്തൗട്ട് ഫർദർ ഡു നമുക്കിത് അൺബോക്സ് ചെയ്യാം. ചില യൂട്യൂബേഴ്സിനെ പോലെ എനിക്കിപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് പ്രത്യേക അതിനായിട്ടൊരു നൈഫൊന്നുമില്ല. ഞാനിവിടെ സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഞാൻ ആക്ച്വലി വേറെ ഒന്നും എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. തൽക്കാലം നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് തന്നെ അങ്ങ് അൺബോക്സ് ചെയ്യാം. ആദ്യം ഇതിൻ്റെ കുറച്ച് യൂസർ മാനുവലും പിന്നൊരു ഓൺലൈൻ വാറണ്ടി കാർഡ്. ആക്ച്വലി ഓൺലൈൻ വാറണ്ടി കാർഡ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാ സാധനം. ഇതൊന്നും നമുക്ക് വേണ്ട, കാരണം വെച്ചാൽ ബേസിക്കലി മോണിറ്റർ, ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും വായിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു മോണിറ്റർ ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതിട്ട് ഉടയ്ക്കല്ലേ. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്കിൽ വരുന്നൊരു കവറിങ് ബ്രാക്കറ്റ് പോലത്തെ സംഭവം തോന്നുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. അത് മാത്രമല്ല ബോക്സിന് അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡ് വരുന്നത്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. പിക്ചേഴ്സിലൊക്കെ കണ്ടപ്പോൾ ഇത് ഭയങ്കര ലുക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ ഞാനൊരു വൈറ്റ് CPU ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് യോജിക്കാനായിട്ട് ഞാൻ വൈറ്റ് കളർ മോണിറ്റേഴ്സ്, ഫുൾ വൈറ്റ് അല്ല, അറ്റ്ലീസ്റ്റ് സിൽവറെങ്കിലും വേണമെന്ന് ഞാൻ ഒരുപാട് തപ്പി. മോബിയസ് ആക്ച്വലി എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എന്തോ ഞാൻ സാംസങ് പിന്നെ അസ്യൂസ് അതൊക്കെയാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്തത്. കാരണം വെച്ചാൽ അത് കുറച്ചുകൂടെ എന്താ പറയുക, ആൾക്കാർ കൂടുതൽ എടുക്കുന്നതും റേറ്റിങ്സൊക്കെ കൂടിയത് അതായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി പവർ കേബിള്, പിന്നെ HDMI കേബിളുണ്ട്. താങ്ക് ഗോഡ്. HDMI കേബിൾസ് ഒന്നും ഇപ്പോൾ നോർമൽ TV വാങ്ങിച്ചാൽ പോലും കിട്ടാത്തൊരു സാധനമാണ്. എനിക്ക് ആക്ച്വലി HDMI കേബിളിന് ചെറിയൊരു ക്ഷാമം ഉണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, അതൊക്കെ അവിടെ പോട്ടെ. എന്താ സംഭവം, നല്ലൊരു വെയിറ്റുള്ളൊരു സാധനമാണല്ലോ. ഓക്കെ. ഇത് നമ്മുടെ ബേസും മോണിറ്ററും കൂടെ കണക്ട് ചെയ്യുന്നൊരു സ്റ്റാൻഡ്. ഐ മീൻ എന്തോ പറയുമായിരുന്നല്ലോ, സ്റ്റെം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. പ്ലാസ്റ്റിക് ബിൽട്ടാണ്, പക്ഷേ അകത്ത് മെറ്റലുണ്ട്. ഇത് കുറച്ച് ഹാർഡായിട്ട് സ്വിവൽ ചെയ്യുന്ന മോഡൽസാണ്. എങ്ങോട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാടൊന്നും ടിൽറ്റ് ചെയ്യാൻ പാൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യത്തിന് ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ബാക്കി ഞാനിത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. ഗൈസ്, ഇതാണ് നമ്മുടെ സംഭവം. ഇത് സെറ്റ് ചെയ്യാൻ എനിക്ക് ഒട്ടും ടൈം എടുത്തില്ല. ലൈക്ക് ഐ തിങ്ക് ഒരു 1 or 2 minutes അത്ര. സംഭവം വെച്ചാൽ ഇതിൽ വേറെ ഒന്നും ഇല്ല. ഇതിൻ്റെ ബാക്ക് ഈ സ്റ്റെമ്മ് വന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ക്ലാമ്പ് ചെയ്യാനായിട്ടൊരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഓബിയസ്ലി ഏറ്റവും താഴത്തെ ബേസ് ആണെങ്കിൽ അതിൻ്റെ താഴെ ഒരു സ്ക്രൂ ഉണ്ട്. അതിൽ തന്നെ ഒരു കീ ചെയിൻ പോലത്തെ സംഭവം, നമുക്ക് അത് വെച്ച് അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. പിന്നെ ഇതിൻ്റെ സ്വിവൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാ ലെഫ്റ്റ് റൈറ്റ് ഇത്രയൊക്കെയും ടിൽറ്റ് ആവുന്നുണ്ട്. പിന്നെ ടോപ്പ് ടു ബോട്ടം ഇത്രയും ആവുന്നുണ്ട്. ഇതൊരു 27 inch 16:9 റേഷ്യോ വരുന്ന 1080p ക്വാളിറ്റി ഉള്ളൊരു മോണിറ്ററാണ്. 1080p എന്ന് പറഞ്ഞാൽ ഓബിയസ്ലി ഫുൾ HD അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ തന്നെ സ്പീക്കർ വരുന്നുണ്ട്. എന്തോ ട്രൂ സൗണ്ട് ഓഡിയോ അങ്ങനെ എന്തൊക്കെയോ
സംഭവമാണ് പറയുന്നത്. അതെനിക്കറിയത്തില്ല, യൂസ് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. പിന്നെ ഇതിൽ വരുന്നത് 144 Hz 1 ms ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. ഓബ്വിയസ്ലി ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് റേഞ്ചിൽ ഗെയിമിംഗ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഓബ്വിയസ്ലി 144 Hz ബേസ് ആയിട്ടെങ്കിലും വേണമെന്നാണ് പറയുന്നത്. സോ ഓബ്വിയസ്ലി ഞാൻ അത് തന്നെ ചൂസ് ചെയ്തത്. വേറെ പിന്നെ ഇത് ഒരു മോണിറ്ററിൽ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ല. ഞാൻ ഇതിൻ്റെ കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് ഇനി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. സോ യാ, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദാറ്റ്. From the BART train to a tour bus, still the same game except I'm pulling more sluts, more butts, more bucks, never giving more fucks. Did it my way, I'm never taking shortcuts. Raised in a town like fool, who put you up on, huh? E40 Mac Dre's who I grew up on. I've been selling game, got you if you need a cue up on. You can check my resume, see every beat I throw up on. Smoking on grapes, rolling up swishers, no papes. Back of the ghost, closed drapes. I'm a boss tycoon. Girls in the crowd all swoon. Super high, I'm off to the moon, and I vanish with your girl, then I take her to my room. She wants me to slay, okay, that means doom, boom. And it's to be expected, knew this would happen as soon as she texted.